ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. സിബിൻ ഇപ്പോ ജിൻഡോയോട് ഒരു കാര്യം പറഞ്ഞു. ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ എന്ന് തന്നെ പറയാം. ജാസ്മിനെ കുറിച്ചാണ്. ജിൻഡോ അണ്ണ, ഇന്നലെ ഞാൻ ആ ജോൾസൺ പരിപാടിയിൽ പറഞ്ഞില്ലേ, ജാസ്മിനെ ലവ് ട്രാക്ക് അവസാനിച്ചിരിക്കണോ, സെന്റി ട്രാക്ക് തുടങ്ങിയിരിക്കണോ എന്ന്. അത് ഇന്ന് തന്നെ തുടങ്ങും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് പറഞ്ഞ പാടെ ജിൻഡോ പൊട്ടിച്ചിരിക്കുന്നുണ്ട്, കൂടെ സിബിനും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഇത് എന്തിനെ കുറിച്ചാണ് സിബിൻ ഈ പറയുന്നത്? പുള്ളി ഈ പറയുന്ന ഈ ഒരു ഭാഗം എപ്പിസോഡില് എഡിറ്റർ കാണിച്ചിട്ടില്ല. ആ ഭാഗം മൊത്തത്തിൽ കട്ട് ചെയ്ത് കളയുകയായിരുന്നു. ഇന്നലെ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തിരുന്നു, ജാസ്മിനെയും ഗബ്രിയും എന്താണ് സിബിൻ ഈ പറയാത്തത് എന്ന്. സിബിന് റോസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഒരുപാടുള്ള രണ്ടുപേരാണ് ജാസ്മിനും ഗബ്രിയും. അത് സിബിൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷെ അല്ല കേട്ടോ. ഇത് എപ്പിസോഡ് എഡിറ്റ് ചെയ്യുന്ന ചേട്ടൻ സിബിനോടും നമ്മളോടും ഒരു ചെറിയ രീതിയിൽ ഒരു അനീതി കാണിച്ചതാണ്. ജാസ്മിന്റെ സെന്റി ട്രാക്ക് ഇന്ന് മുതൽ തുടങ്ങും എന്ന് സിബിൻ മനസ്സിലാക്കി അത് ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പുള്ളി നിസ്സാര മനുഷ്യനൊന്നുമല്ല. ചിരിച്ചോണ്ട് കഴുത്തിറക്കാൻ കഴിവുള്ള രാക്ഷസ സ്വഭാവമുള്ള ഒരു ഗെയിമർ തന്നെയാണ്. ജാസ്മിനെയും ഗബ്രീനെയും ലാലേട്ടൻ ഗ്രില്ല് ചെയ്യും എന്ന് ഒരു മുൻധാരണയില്ലാതെ സിബിൻ ഇങ്ങനെ ഒരു സാധനം പുള്ളിയുടെ സ്ക്രിപ്റ്റിൽ എഴുതി. ഇതൊരു കോയിൻസിഡൻസ് ഒന്നുമല്ല, ബ്രില്യൻസ് ആണെന്ന് തന്നെ പറയാം. പിന്നെ ഇത് ആദ്യത്തെ തവണയൊന്നുമല്ല ഹോട്ട്സ്റ്റാറും ഏഷ്യനെറ്റും സിബിന്റെ ഒരു സീക്വൻസ് മൊത്തത്തോടെ മുക്കുന്നത്. മറ്റേ ഡിബേറ്റ് ടാസ്കും ഇതേപോലെ തന്നെ മുക്കിയതാണ് നെക്സ്റ്റ് ടീമിന്റെ. അതുകൊണ്ട് വലിയ അതിശോക്തി ഒന്നും തോന്നുന്നില്ല ഇതില്. എന്തായാലും സിബിൻ പറഞ്ഞത് കറക്റ്റായിട്ട് വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വളരെ കൃത്യമായിട്ട് എതിരാളികളെ മനസ്സിലാക്കി വെക്കുന്ന ഒരു വല്ലാത്തൊരു ഗെയിമാണ് സിബിന്റെ. കണ്ണിങ് ഗെയിം എന്ന് തന്നെ പറയാം.